കാട്ടുപന്നി വിളയാട്ടം കവുങ്ങിൻതോട്ടത്തിലും. ചെറുപുഴ മുതുവത്ത് 3 വർഷം വളർച്ചയെത്തിയ 30ഓളം കവുങ്ങുകൾ കഴിഞ്ഞ രാത്രി കാട്ടുപന്നികൾ നശിപ്പിച്ചു. This news brought to by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കാട്ടുപന്നി ശല്യം രൂക്ഷമായ ചെറുപുഴ പഞ്ചായത്തിൽ പന്നികളെ തുരത്താൻ നടപടിയെടുക്കാത്തതിൽ കർഷകർക്കിടയിൽ പ്രതിഷേധം ശക്തമാകുന്നു. കപ്പയും ചേമ്പും ചേനയും പോലുള്ള ഗ്രീഷ്മകാല വിളകളാണ് നാളുകളായി പന്നികൾ നശിപ്പിക്കുക പതിവെങ്കിലും ഇപ്പോൾ കവുങ്ങ് പോലുള്ള നാണ്യവിളകൾ നശിപ്പിക്കുന്ന തരത്തിലേക്ക് പന്നിശല്യം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുമേനി മുതുവത്ത് പുതിയതായി നട്ടുവളർത്തിയ 30ഓളം കവുങ്ങിൻ തൈകളാണ് കാട്ടുപന്നികളിറങ്ങി നശിപ്പിച്ചത്. മുതുവത്തെ ആനത്തോട്ടത്തിൽ ജോർജിൻ്റെ കൃഷിയിടത്തിലെ കവുങ്ങിൻ തൈകളാണ് കാട്ടുപന്നികളുടെ വിളയാട്ടത്തിന് ഇരയായത്. ഏതാനും ദിവസം മുമ്പ് തിരുമേനി ഗോക്കടവിൽ റോഡിലിറങ്ങിയ പന്നിക്കൂട്ടം വാഹനം വരുന്നത് കണ്ടിട്ടും മാറാതെ നിന്ന് ഗതാഗത തടസ്സം സൃഷ്ടിച്ചത് വലിയ വാർത്തയായിരുന്നു. രാത്രി 11ഓടെ തിരുമേനി ഭാഗത്തു നിന്നും ചെറുപുഴയ്ക്ക് വരികയായിരുന്ന പെരിങ്ങോം സ്വദേശികളാണ് റോഡിൽ തടസ്സം സൃഷ്ടിച്ച് കൂട്ടം കൂടി നിന്ന പന്നിക്കൂട്ടത്തിൻ്റെ ദൃശ്യം പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. കാട്ടുപന്നികൾ കൂട്ടമായി റോഡിലും കൃഷിയിടങ്ങളിലും ഇറങ്ങുന്നത് പതിവായതോടെ നേരം സന്ധ്യ കഴിഞ്ഞാൽ നാട്ടുകാർക്ക് ധൈര്യമായി പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. കാട്ടുപന്നികളെ നാട്ടിൽ നിന്നും തുരത്താൻ വനം വകുപ്പോ പഞ്ചായത്തോ നടപടിയെടുക്കാത്തതിൽ കർഷകർക്കിടയിൽ കടുത്ത പ്രതിഷേധവും ഉയരുന്നുണ്ട്. CCNet ന്യൂസ്, തിരുമേനി. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.